Next is experimental setup used to study photoelectric effect. നല്ലൊരു സംഭവമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എടുക്കുന്നു. അതിനകത്ത് ഒരു ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. അതിൻ്റെ രണ്ടെൻഡിലും ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഇലക്ട്രോഡ്, അപ്പുറത്ത് വേറൊരു ഇലക്ട്രോഡ്. ഓക്കെ, ഇതിനെ രണ്ടിനും ഓരോ പേരുണ്ട്. ഇതിനെ കളക്ടർ എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? കളക്ടർ. ഇതിനെ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെ എമിറ്റർ എന്നാണ് വിളിക്കുന്നത്, എമിറ്റർ. ഓക്കെ, അപ്പോൾ ഇതിനെ സി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് സി എന്നാണ്. എ എന്ന് പറയുന്നത് കളക്ടറാണ്. ഇനി ഈ എമിറ്റർ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ആയിരിക്കും. ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് വന്ന് ഇതിൽ വീണാൽ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള മെറ്റലാണ് നമ്മുടെ എമിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇപ്പോൾ ഇത് ഇവാക്യുവേറ്റഡ് ആണ്, അപ്പോൾ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു ക്വാർട്സ് വിൻഡോ ഉണ്ടാവും. എന്താണ്? ഒരു ക്വാർട്സ് വിൻഡോ. ഈ ക്വാർട്സ് വിൻഡോ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇതിനകത്തേക്ക് റേഡിയേഷന് കയറണ്ടേ, അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇതിൻ്റെ രണ്ടെൻഡും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിനെ പോസിറ്റീവിൽ വേണമെങ്കിൽ പോസിറ്റീവിൽ കൊടുക്കാം, നെഗറ്റീവിൽ വേണമെങ്കിൽ നെഗറ്റീവിൽ കൊടുക്കാം. അതുപോലെ ഇതും അത് തന്നെ. അപ്പോൾ പൊളാരിറ്റി നമുക്ക് മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ ഇനി ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഓക്കെ, ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ട് കാണും. റിയോസ്റ്റാറ്റ് കണ്ടിട്ടില്ലേ? അതിൽ 3 ടെർമിനൽ കാണും, താഴെ 2 മേലൊന്നും. അപ്പോൾ അതിൻ്റെ താഴെ കൊണ്ടുവന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ അതിൻ്റെ താഴത്തെ ടെർമിനൽ കൊടുക്കുക, ഇതും അതിൻ്റെ താഴെ കൊടുക്കുക. ഓക്കെ, കൊടുത്തു. ഇനി ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തു. അടുത്ത ഇതിൻ്റെ മണ്ടേന്നുള്ള കണക്ഷനും എടുക്കുക. ഓക്കെ, 2 കണക്ഷൻ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ വോൾട്ട് മീറ്ററിനെ വയ്ക്കും. ഇവിടെ എന്താണ്? വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യും. ഇനി ഇവിടുന്ന് കണക്ഷൻ വരട്ടെ. ഇവിടെ ഒരു മൈക്രോ അമ്മീറ്റർ സ്ഥാപിക്കും. ഓക്കെ, ഇതിൽ നിന്ന് കണക്ഷൻ വരട്ടെ. ഇവിടെ നിന്നുള്ള കണക്ഷൻ വരട്ടെ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇപ്പോൾ നോക്കൂ, പോസിറ്റീവും നെഗറ്റീവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പോസിറ്റീവ്, ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് ഈ വയറിനെ പോസിറ്റീവിൽ വേണമെങ്കിലും പിടിച്ചു കൊടുക്കാം, നെഗറ്റീവിൽ വേണമെങ്കിലും പിടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. എന്താണ് കമ്മ്യൂട്ടേറ്റർ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ പൊളാരിറ്റി മാറും. അപ്പം നമുക്ക് ഈ കമ്മ്യൂട്ടേറ്ററിലോട്ട് ഇതിനെ അങ്ങോട്ട് പിടിച്ചു കൊടുത്തേക്കാം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ കമ്മ്യൂട്ടേറ്ററിലോട്ട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ ഏത് വേണോ പോസിറ്റീവ് ആവും, ഏത് വേണോ നെഗറ്റീവ് ആവും. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് യൂസ്ഡ് ടു സ്റ്റഡി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒന്നും ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ കഥകളെല്ലാം പറയാം. നമ്മുടെ ഇവിടെ ഈ ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ടേൺ ചെയ്തിട്ട് ഈ കളക്ടറിനെ ഞാൻ 0 പൊട്ടൻഷ്യലാണ് കൊടുത്തത്. നമ്മൾ കൊടുത്തത് എന്താണ്? 0 പൊട്ടൻഷ്യലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കളക്ടറിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്താണ് മക്കളെ? 0 പൊട്ടൻഷ്യലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലൈറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സാധനത്തിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് കുറേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ഓടി കളക്ടറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ കളക്ടറിന് കൊടുത്തിരിക്കുന്നത് 0 പൊട്ടൻഷ്യലാണ്. ഓക്കെ, 0 പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് ലൈറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ വാക്യൂം സ്പേസിൽ കൂടെ സഞ്ചരിച്ച് കളക്ടറിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ ലൈനിൽ കറണ്ട് ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ മൊത്തം സർക്യൂട്ടിൽ ആ കറണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ കളക്ടറിന് 0 പൊട്ടൻഷ്യൽ ആയാലും ഇവിടെ ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഉണ്ട്. അതായത് വെളിയിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. ആ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ അണ്ണൻ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അവിടെ ഇരുന്നോട്ട്. ഇനി നമ്മൾ ഈ കളക്ടറിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു. കളക്ടറിന് എന്ത് പൊട്ടൻഷ്യൽ കൊടുത്തു? പോസിറ്റീവ്. നിങ്ങൾ പറ. എന്നിട്ട് ഇവിടെ ഒരു റേഡിയേഷനെ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് എമിറ്റ് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസിനെ ആര് അട്രാക്ട് ചെയ്യും? കളക്ടർ അട്രാക്ട് ചെയ്യും. കാരണം അതിന് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇലക്ട്രോണിന്റെ ഫ്ലോ കൂടും. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് കൂടും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് കളക്ടറിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം. അപ്പോൾ കളക്ടറിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് ഇവിടെ റേഡിയേഷൻ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഈ നെഗറ്റീവ് റിപ്പൽ ചെയ്യും. എന്നാലും എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺ അങ്ങോട്ട് ഓടിച്ചെന്ന് കയറും.
ഇനി ഇവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടുവരുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ഒരൊറ്റ ഇലക്ട്രോണിനും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ എല്ലാ ഇലക്ട്രോണിനെയും പവർഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് റിപ്പൽ ചെയ്ത് തിരിച്ചു വിടും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രോങ് നെഗറ്റീവ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫ്ലോ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ലൈനിൽ കൂടെ പിന്നെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇത്രയാണ് നമ്മളെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന എന്താണ്? എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് യൂസ്ഡ് ടു സ്റ്റഡി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളിന് മനസ്സിലാവുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. സോ ലിസൺ, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൺസിസ്റ്റ് ഓഫ് an evacuated glass tube. An evacuated glass tube having electrodes at ends. Okay, this is emitter and that is collector. Okay, then collector is represented by the letter A. Emitter is represented by the letter C. Emitter is a photosensitive material. Emitter is a photosensitive material. Then there is a side window. There is a side window for the entry of radiation. Then what is the next one? See, the polarity of electrodes can be adjusted. The polarity of electrodes can be adjusted. Then what is this battery? Then next parayu. So connected to the two ends of what rheostat, no problem. Then aduthandana, see, from this connection, then from the top connection, then what? Voltmeter, no problem. Then what is the next one? Here micro ammeter, then see connection, then here also connection. Okay, ഇനി സി ഇവിടമാണ് നമ്മൾ കണക്ഷന് വേണ്ടി കൊടുക്കേണ്ടത്, ഇതിലായിട്ട് കൊടുക്കേണ്ടത്. സോ ഫോർ ദാറ്റ് സി യു ക്യാൻ കണക്ട് ദിസ് ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ലൈക്ക് ദാറ്റ് യു ക്യാൻ കണക്ട് ദിസ് ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ പൊളാരിറ്റി ഷുഡ് ബി ചേഞ്ച്ഡ്. ദർ ഷുഡ് ബി എ പ്രൊവിഷൻ ടു ചേഞ്ച് ദ പൊളാരിറ്റി. സോ യു ക്യാൻ യൂസ് എ കമ്മ്യൂട്ടേറ്റർ ഹിയർ. വാട്ട് ഈസ് ഇറ്റ്? Commutator. Okay, commutator here. See, you can connect this to here, this to here, no problem. You you can change the polarity, so no problem. Okay, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടെ അവിടെ സെറ്റ് ചെയ്തു. സോ ദിസ് ഈസ് എ സെറ്റപ്പ്. ഇനി ബാക്കി കാര്യം പറയൂ. See, initially collector is given zero potential. Collector is given zero potential. Then ultraviolet of a particular frequency is allowed to fall on collector. Electrons are emitted from it. Okay, then only the energetic electrons emitted from emitter can reach collector. Okay, so there will be a photoelectric current. Okay, so even the potential of collector is zero, there will be a photoelectric current. Now collector is given a positive potential. Collector is given positive potential. Then see what happens. Ultraviolet of a particular frequency falls here. Electrons are emitted. Then these electrons are attracted towards the collector. So there will be a photoelectric current in the circuit. Am I right? See, the electrons are attracted to that side with this positive. So this positive potential can be called as accelerating potential. What is it called? Accelerating potential. No problem. Then see what is the next one? The positive potential can be increased. You can increase the positive potential. See, see, more electrons are attracted to that side, photoelectric current increases. When this positive becomes a sufficiently high value, maximum, see, all the electrons emitted from emitter are attracted and photoelectric current becomes maximum. This maximum photoelectric current is called saturation current. What is it called? Saturation current. Now see, this collector is given negative potential. When collector is given negative potential, so what happens? It can repel the electrons emitted from emitter. Am I right? See, the photoelectric current decreases. When collector is a strong negative, all the electrons emitted from emitter are repelled and photoelectric current stops. That strong negative potential is known as stopping potential or cut-off potential. What is it? Stopping potential or cut-off potential. ഇത്രയാണ്
എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനകത്ത് ജസ്റ്റ് കാര്യം അറിയുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ഒരു പോയിൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വയ്ക്കണം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഫ്രം ദ ബിഗിനിങ് ദ എൻറ്റയർ തിങ്സ്. See, photoelectric, the experimental setup used to study photoelectric effect. It consists of an evacuated glass tube with electrodes at ends. Okay, the electrodes are named collector, represented as A, and emitter, represented as C. No problem. Emitter is a photosensitive material. Emitter is a photosensitive material. Okay, then there is a side window, quartz window. So there is a quartz window for the entry of radiation. Okay, then what is the next one? See, the collector, sorry, the emitter, that is collector. See, the polarity of the electrodes can be changed. Okay, for that a setup is used as in figure. എന്ന് എഴുതി നിങ്ങൾ ഫൈൻഡ് അപ്പ് ചെയ്യുക. സി ബാറ്ററിയൊക്കെ വരച്ച് ചോദിക്കുക. പറഞ്ഞോ, നിങ്ങളുടെ രീതിയിൽ പറയൂ. ബാറ്ററി പറയൂ, ഇങ്ങനല്ലേ? ദെൻ ഇതിന് പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെൻ്റ് എന്നൊക്കെയാണ് പറയുന്നത്. സി അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സി ഹിയർ, ദെൻ നെക്സ്റ്റ് വൺ ഇവിടുന്ന്. ഓക്കെ, പറ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ വോൾട്ട് മീറ്റർ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? From here micro ammeter. Then from here connection. ഇവിടെ വയ്ക്കട്ടെ, ഇവിടെ വയ്ക്കട്ടെ. Then അടുത്ത് see commutator. What is this? Commutator. So you can change the polarity. Okay, so commutator. So പറയും. ഇനി കഥകളെല്ലാം പറയണം. See, സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ പറയാണ് എന്തൊക്കെ എഴുതും. സോ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഹാവിംഗ് എ side window for the entry of radiation. This window is made of quartz. Then there are metal electrodes at ends. One is collector and other is emitter. Collector is represented by the letter A. Emitter is represented by the letter C. Then see, the polarity of electrodes can be changed. There is a provision to change the polarity of electrodes. The whole setup is arranged as in figure. Then you draw this figure. Then what is the next? Initially collector is given zero potential. Collector is given zero potential. Then ultraviolet of a particular frequency is allowed to fall on emitter. Electrons are emitted from emitter. Only the energetic electrons emitted from this emitter can reach collector. So there will be a small photoelectric current in the circuit. Am I right? Then now collector is given a positive potential. Collector is given a positive potential. See, ultraviolet of a particular frequency is allowed to fall on emitter. Electrons are emitted. These electrons are attracted towards collector. So photoelectric current increases. When this positive potential, due to the effect of positive potential, the electrons are attracted. So this positive potential is known as what? Accelerating potential. What is it called? Accelerating potential. Then what is the next one? The positive potential is increased in steps. Photoelectric current increases. Am I right? Because if it is positive, if collector is positive, more number of electrons are attracted to that side. So photoelectric current increases. Then when collector is at a sufficiently high positive potential, all the electrons ejected out of the metal emitter are attracted towards it. So maximum number of electrons are attracted to that side. Photoelectric current becomes maximum. That maximum photoelectric current is called saturation current. What is it called? Saturation current. Then what is the next? Now collector is given negative potential. Okay, when collector is given negative potential, the electrons emitted from emitter are repelled by it. So photoelectric current decreases. When collector is at a sufficiently strong negative potential, all the electrons emitted from emitter are repelled and the photoelectric current stops. So that strong negative potential given to the collector is known as stopping potential or cut-off potential. Stopping potential or cut-off potential. കഴിഞ്ഞു.
ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ചോദിക്കാം. ഓക്കെ, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒക്കെ അറിയാം. സി വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് എമിറ്റർ? So emitter is a photosensitive material. Then what happens when light falls on it? പറയൂ, when light or ultraviolet falls on it, what happens? Electrons are emitted from it. Then is there any provision to change the polarity of electrodes? Yes. So it is done using a circuit as in figure. Then what is the next one? See, initially when collector is given zero potential, do you think that there is photoelectric current? Yes. What about the photoelectric current? Is it high or small? Small current. Then when collector is given positive potential, what do you think of the photoelectric current? Will it increase or decrease? It will increase. Then when the positive potential given to collector is known by a name. What is it? Accelerating potential. When positive potential is increased to large value, so what happens? See, what is falling here? Ultraviolet. See, a maximum number of electrons are emitted from it. All the emitted electrons are attracted towards it. See, attracted towards the collector. So what about the photoelectric current now? Maximum. That maximum photoelectric current is known by the name saturation current. Now, a collector is given negative potential. When negative potential is given there, it can repel what? Electrons emitted from here. Then photoelectric current decreases. Then when collector is at a sufficiently strong negative potential, what will happen? All the electrons emitted are repelled. Then what happens to photoelectric current? Photoelectric current stops. That strong negative potential given to collector is known by the name stopping potential or cutoff potential. Is it clear? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ.